ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചില്ല ഗൈസ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. ട്രക്കിംഗ് പോൾ അവിടെ മിസ്സായി കേട്ടോ. അതെടുക്കാൻ ഒരാൾ പോയിട്ടുണ്ട്. പറയുമ്പോഴത്തേക്കും ഞാൻ വെള്ളം ചോദിച്ചപ്പോൾ പോൾ ഇവിടെ ഈ മരത്തിൽ വെച്ചു. ഞാൻ അടുത്തെത്തി കുറച്ച് നേരെ നോക്ക്. അവ എടുക്കാൻ പോയിരിക്കാണ്. അപ്പോൾ അവൻ ഇവിടെ പോൾ ഈ മരത്തിൽ ചാരി വെച്ചത് അത് അങ്ങ് തെന്നി താഴെ പോയി. എടുക്കാൻ പോയിരിക്കുകയാണ്. കിടന്ന് നമ്മൾ ഇത്തിരി ഇവിടെ തള്ളി താഴോട്ട് നീക്കിയിട്ട് അവിടെ പോയി നടന്നെടുത്തോണ്ട് വരിക. അപ്പം ഭയങ്കര മഴ, ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നല്ല മഞ്ഞുണ്ട്. റെയിൻ കോട്ടൊക്കെ എടുത്തിട്ടു. മഞ്ഞ് കുഞ്ഞ് എന്താ നമ്മൾ ആലിപ്പഴം എന്ന് അറിയത്തില്ലേ, ആ സാധനം ഇപ്പോൾ വീണുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ബാമ്പു കഴിഞ്ഞു, ഇനി അങ്ങോട്ട് ദോവാനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നല്ല മഴയും കൂടെ ആലിപ്പഴം വീഴുന്നു. നമ്മള് അപ്പർ ദോവാനിലെത്തി. ഇവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞാൽ ഇത്രയും നേരം പിന്നെയും നമുക്ക് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ തണുപ്പ് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല ഇവിടെ നമ്മൾ ഒരു റൂമിന് 2000 റുപ്പീസാണ്. ഇതാണ് നമ്മുടെ റൂം വന്നിട്ട്. ഫോർ ഷെയറിങ് റൂമാണ്. ഇനിയിപ്പോൾ ഇവിടെയും കൂടെ ഒരാൾ വരും എന്നാണ് തോന്നുന്നത്. സോ അതാണ് ഗൈസ് വിശേഷങ്ങൾ. ഒരാൾ പവർ ജാക്കറ്റൊക്കെ ഇട്ട് അവിടെ ഇരിക്കുകയാണ്. തണുപ്പ് സഹിക്കാൻ വയ്യാതെ. അവിടെ മുകളിലൊക്കെ മറ്റേ ഇതിൻ്റെ എന്താ ആലിപ്പഴം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ രാത്രിയും കഴിക്കുന്നത്. ഇത് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അവരെവിടെന്നാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പാക്കേജ് എടുക്കുമ്പോഴത്തേക്ക് 2000 റുപ്പീസാണ്. അത് നമുക്ക് 1900 കിട്ടിയത് പറഞ്ഞത്. ഫുഡ് 2 നേരത്തെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നമുക്ക് അവർ തരും. പിന്നെ കട്ടൻ ചായ, ചൂടുവെള്ളം, ഇത് പിന്നെ വൈഫൈ ഉണ്ടല്ലോ. ഇതാണ് രാവിലത്തെ ഫുഡ്. നമ്മൾ രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ മോർണിംഗ് എപ്പോഴത്തേക്കും പോലെ കുറച്ചും കൂടെ തണുപ്പ് കൂടുതലായിരുന്നു. MBC വരെ പോകാനായിട്ടാണ് വിചാരിക്കുന്നത്. എത്തുമെന്ന് അറിയത്തില്ല, കാരണം നമ്മൾ കുറച്ച് സ്ലോ ആണ്. ബാക്കിയുള്ളവർ വെച്ച് നോക്കുമ്പോൾ കുറച്ചല്ല, കൂടുതൽ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അടിപൊളിയാണ് കാണാൻ. നമ്മളിങ്ങനെ നേച്ചറിലോട്ട് ഇറങ്ങി ഇങ്ങനെ ജീവിക്കുന്നൊരു ഫീലാണ് ഇവിടെ വരുമ്പോൾ, ഇവിടെ നടക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ കയ്യിൽ കൊച്ചു ബാഗാണ്. ബാക്കി 2 ബാഗ് അവരുടെ കയ്യിലാണുള്ളത്. മഞ്ഞിൻ്റെ അംശങ്ങൾ കണ്ടു തുടങ്ങി. നമ്മൾ ഓൾറെഡി കണ്ടതോ. ഓക്കെ, ഇന്നിപ്പോൾ രാവിലെ നല്ല വെയിലൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ കഴിയുമ്പോൾ അറിയാം എന്താണ് അവസ്ഥയെന്ന്. മുന്നോട്ട്. ദോവാനിന്ന് 1 അവർ വാക്കിന് ശേഷം നമ്മൾ ഹിമാലയ എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത വാക്കായിരുന്നു. അത്യാവശ്യം നടക്കാൻ പറ്റുന്ന അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് 2 hours വാക്കാണ് പറയുന്നത്. പക്ഷെ നമ്മൾ നടന്നു വരുമ്പോൾ മേ ബി ഒരു 4-5 അവർ എടുക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും കണ്ടിന്യൂ ചെയ്യട്ടെ. ആരും ചാടിക്കേറി വരരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രമേ വരാവൂ. പിന്നെ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പക്കയാക്കിയിട്ട് വരാൻ വേണ്ടി ട്രൈ ചെയ്യുക. എനിക്കിത്രയും പറ്റിയെങ്കിൽ മേ ബി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മേ ബി പറ്റുമായിരിക്കും. കാരണം ഞാൻ പൊതുവേ എന്നെക്കൊണ്ട് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള കൂട്ടത്തിലുള്ള ഒരാളാണ്. സോ നടക്കട്ടെ ബാക്കി.
നമ്മൾ നേരത്തെ എത്തിയില്ലെങ്കിൽ ഇതേപോലെ നമ്മൾ കട്ടടിച്ച് കിടക്കുന്നതായിരിക്കും. അവിടെ ചോദിച്ചപ്പോൾ ദുരാളിയിലോട്ട് 2 hours എന്നും എന്നിട്ട് ഞാൻ MBC ചോദിച്ചു. അപ്പോൾ അത് കണ്ടായിരുന്നു, അങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞു, എന്താണെന്ന് എക്സാം മനസ്സിലായിട്ടില്ല. പറഞ്ഞത് 1/2 മണിക്കൂറൊന്നും ആയിരിക്കും. ഫ്രം ദുരാളി 1/2 hour ഒന്നും ആയിരിക്കും. അടിയുണ്ടോ പോയി നോക്കിയാൽ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ കയറി വന്ന സ്റ്റെപ്പാണ് കേട്ടോ. ഇനിതേ ഈ സ്റ്റെപ്പ് മൊത്തം കയറണം. ഇനി ഇഷ്ടംപോലെ ഇനിയുണ്ട്. ഇനി ഒത്തിരി ഉണ്ട്. നടന്നിട്ടും എത്തുന്നില്ല. പിന്നെ ഇതാണ് ആക്ച്വലി ഫസ്റ്റ് ട്രക്കിംഗ് എന്ന് പറയാൻ. നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണത് ഇതിൽ കൂടെയാണ്. കാരണം എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, എന്തെങ്കിലും കഴിച്ചാൽ മതി, എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി, അങ്ങനത്തെ മൈൻഡ് സെറ്റാണ്. ഇത് റിയൽ ട്രക്കിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു സ്നിക്കേഴ്സ് എടുത്തു, 3 പേരും കൂടെ കഴിച്ചു. അതിന് കുട്ടി സ്നിക്കേഴ്സ്, ഒരു ഓറഞ്ച് ഉണ്ടായിരുന്നു, അതും കഴിച്ചു. ഇനി അടുത്തത് കപ്പലണ്ടി മുട്ടായി കഴിക്കാൻ പോവുകയാണ്. കാരണം ഇനി ഇതൊക്കെ കയറണമെങ്കിൽ കുറച്ച് എനർജി വേണം, അല്ലാതെ ഇനി അങ്ങോട്ട് ഫുള്ള് സ്റ്റേഴ്സ് ആണ്. ഗായ്സ്, നമ്മൾ ഒരു ഡേ എന്താണ് സ്ലോ ആണ്. നമ്മുടെ മലപ്പുറം ബോയ്സ് ABC കയറിയിട്ട് തിരിച്ചിറങ്ങി. നമ്മൾ ഇനിയും നാളെ കയറത്തുള്ളൂ. കണ്ടിട്ട് ചോദിക്കാം, ഇവിടെ എത്തിയതേ ഉള്ളൂ. ഇവിടെ എത്തിയതേ ഉള്ളൂ നമ്മള്. സോ ഗൈസ്, ബൈ ബൈ പറയൂ. Bye. Bye. 3 days. സോ ഗൈസ്, കാണുന്നതാണ് ഡെറോളി. സോ അവിടുന്ന് നമുക്ക് ഇനി അടുത്ത MBCയിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഒരു ബ്ലൂ കളർ ഷെഡ്? അവിടെയാണ് ഡെറോളി. അവിടുന്ന് ഒരു 1 hour കൂടെ വേണ്ടി വരും MBC പോകാനായിട്ട്. രണ്ട് ദാൽബാത്ത് പിന്നെയും പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, MBC എത്താൻ ഇനി 20 മിനിറ്റ് ഉണ്ട്. സോ ഗൈസ്, നമ്മൾ MBC എത്തിയിരിക്കുന്നു. ഇവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞാൽ 6 degree ആണ്. ആ കാണുന്ന ഏതോ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത്. ഫ്രോസൺ ഒയാസിസ് എന്ന് പറയും. അതിലാണ് നമ്മളന്ന് സ്റ്റേ എടുത്തിരിക്കുന്നത്. ഇതിലിനി ഏത് സ്റ്റെപ്പാണെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇതാണോ ഞാൻ ഇതുവഴി പോകാൻ തീരുമാനിച്ചു. സോ ഇവിടുത്തെ വ്യൂ കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. അവിടുത്തത് സൂര്യൻ, സൺസെറ്റ് ഹാപ്പനിങ് റൈറ്റ് നൗ. കാര്യത്തിന് നമ്മളൊന്ന് വന്നതിൻ്റെ അന്ന് മഴയൊന്നും അങ്ങനെ പെയ്തില്ല. ഒന്നുമില്ല. ഓക്കെ, സേഫായിട്ടെത്തി. സോ ഗൈസ്, സമയം 3 മണിയാണ്. രാവിലെ ABC പോകാൻ വേണ്ടി എണീറ്റിട്ടുണ്ട്. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇതൊക്കെ ഇട്ടിട്ടാണ് കിടന്നത്. തണുപ്പൊട്ട് സഹിക്കാൻ പറ്റുന്നില്ല. സോ ഈ ഒരു 30 minutesനുള്ളിൽ റെഡി ആയിട്ട് ഇറങ്ങണം. സോ റെഡി ആവട്ടെ. ABCയിലോട്ട് പോവുകയാണ്. 3:30 ആയിട്ടുണ്ട്. ഇപ്പം ബാക്കിൽ ഒരുപാട് പേര് വരുന്നുണ്ട്, ഫ്രണ്ടിൽ ഒരുപാട് പേരുണ്ട്. ഒട്ടും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കാടുമുണ്ട്. നമ്മൾ അന്നപൂർണ്ണ എത്തിയിട്ടുണ്ട്. അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് എത്തിയിട്ടുണ്ട്. ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചില്ല ഗൈസ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്.
ഞാൻ മഞ്ഞച്ചുക്കുലും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണേ. വട്ടാണ്. സോ ഗൈസ്, ഒന്നും പറയാനില്ല, കിട്ടില്ല എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ലൈഫിൽ തണുപ്പൊന്നും ഒട്ടും പറ്റാത്ത ഒരു പേഴ്സണാണ് ഞാൻ. സോ ഇത്രത്തോളം എനിക്ക് ഹേബീസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ സോ ബ്ലെസ്ഡ് ആണ്. ആൻഡ് ഓൾസോ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ഈ മൊമെൻറ്റിൽ. കാരണം നടന്ന അടപ്പളവി, എന്നിട്ട് ഇവിടെ വന്ന് ഈ മഞ്ഞൊക്കെ ഇങ്ങനെ എടുത്തതേ ഭയങ്കര ഒരു ഫീലിങ്സ്, ഒരു എന്തോ ഞാൻ ലൈഫിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ 7 ദിവസം ട്രക്ക് ചെയ്ത് തിരിച്ചും കൂടെ എന്നെ ഇറങ്ങുമ്പോഴത്തേക്ക് അറിയത്തില്ല, മേ ബി അത് 3 days ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷം കേട്ടോ. സോ ഗൈസ്, ഈ ഒരു വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. സോ ഈ ഒരു ജേണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ട്രാവൽ വ്ളോഗ്സ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.